എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പപ്പയ്ക്ക കൊണ്ടുള്ള ഒരു കൂട്ടുകറിയാണ്. അതായത് രുചികരമായ ഒരു കറിയാണ് ഈ പപ്പയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നാം ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അരമുറി പപ്പയ്ക്ക, പച്ചമുളക്, സവാള, ഇത് വറുത്ത് കോരി ഇടണം. അതിൽ കൂടെ ഇട്ട് വേവിച്ചാൽ അത് വേറൊരു ചെവയിലോട്ട് പോകും. ബാക്കി കൂട്ടുകളെല്ലാം ഞാൻ ഇത് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഇത് കുക്കറിൽ ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പപ്പയ്ക്ക വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ള ചേരുവ: തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ഒരു ഇതൾ വെളുത്തുള്ളി, ഇത്രയുമാണ് ഇതിൽ നാം ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതിലോട്ട് ഒഴിക്കാം. ഇതിൽ കൂട്ടുകളെല്ലാം ചേർക്കാം. ഈ കൂട്ടിൽ തേങ്ങ, വലിയ തേങ്ങയുടെ കാൽമുറി തേങ്ങ, ഒരു നുള്ളി ജീരകം, ഒരു ചിരി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് നേരത്തെ ഇതിൽ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഇനി ഒന്ന് വറ്റി വരട്ടെ. ഇത് വെന്ത് വരുന്നതിന് വേണ്ടി ഇതിൽ ഒരു ഫിസിൽ മാത്രം കേട്ടാൽ മതി. കേൾക്കുമ്പോൾ ഇത് വേവ് കുറവായ ഒരു സാധനമായതുകൊണ്ട് വെന്ത് വരും. ഇനി നമുക്കതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. ഇത് വെന്ത് വരാറാകുമ്പോൾ നമുക്ക് ഇതിൽ സവാള വറുത്തതും ഉഴുന്നുപരിപ്പും വറ്റൽമുളകും കൂടെ കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ഇതിൽ കോരിയിടണം. അതീവ രുചിയായ ഒരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് അമ്മയെ ഇതിൻ്റെ രുചി എന്താണെന്നുള്ളത് അറിയിക്കണം. സവാള ഇതിൽ കൂടെ ഇട്ട് വേവിച്ചാൽ അത് വേറെ ഒരു വല്ലാത്തൊരു രുചിയായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കതിൽ ഉപ്പ് നോക്കാം. കുറച്ചുകൂടെ ഉപ്പ് വേണം. ഉപ്പ് ആവശ്യത്തിന് കുറച്ചേ ഇടാറുള്ളൂ, പക്ഷേ ഇത്തിരി കുറച്ചുകൂടെ വേണം. ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ അവസാനം ചെറിയ തീയിൽ വേവിച്ച് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഇങ്ങനെ വേവിക്കുമ്പോൾ ഇതിനകത്ത് ഈ കറിയുടെ എല്ലാം പപ്പയ്ക്കയോട് യോജിച്ച് വരും. വെന്ത് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ആയി. അപ്പോൾ നമുക്കിത് ഇറക്കി ഈ അടുപ്പിലോട്ട് വയ്ക്കാം. എന്നിട്ട് അതിൽ ചേർക്കാനുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് എണ്ണയിൽ കടുവറുത്ത് ചേർക്കാം. കുറച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഇനി നമുക്കിതിന് ചേർക്കാനുള്ള കടുക്, കുറച്ച് കടുക്,
കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 4 വറ്റൽമുളക്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉഴുന്ന് പരിപ്പ്, ഇതാരും ചേർക്കാതിരിക്കരുത്. ഇതാണ് ഇതിൽ രുചി കൊടുക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ആവശ്യാനുസരണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പിലയാണത്. ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനെ ഇതിൽ ഒഴിക്കാം. ഇനി നമുക്കതിൽ ഈ സവാള വഴറ്റി ഇട്ട് കൊടുക്കാം. ഇത് പച്ചയ്ക്ക് അതിലിട്ട് വേവിച്ചാൽ അത് വേറെ ഒരു വല്ലാത്ത ഒരു ചുവ വരും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മുട്ടിച്ച് ചേർക്കാം. നമ്മുടെ സവാള വന്നിട്ട് ഇനി നമുക്ക് അതിലോട്ട് ഇത് കൊരിയിടാം. ആവശ്യം ഈ ചുവ പിടിക്കില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. പക്ഷേ ഒന്നുകൂടെ പറയാണ്, ഉഴുന്നുപരിപ്പ് വറുത്ത് കോരിയിടാൻ മറന്നു പോകരുത്. അതാണ് ഇതിന് രുചി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന്റെ രുചി ഒന്ന് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് അറിയാല്ലേ? സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമന്റിലൂടെ എന്നെ ഇതിന്റെ തെറ്റുകുറ്റങ്ങൾ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. ഇനി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ പേർക്കും നന്ദി, നമസ്കാരം.